IB ഉദ്യോഗസ്ഥയായ മേഘ മധുവിൻ്റെ മരണത്തിൽ ദുരൂഹത ആരോപിക്കുകയാണ് കുടുംബം. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അമ്മയെ വിളിച്ചിട്ട് ഞാൻ റൂമിലേക്ക് പോകണമെന്ന് പറഞ്ഞു. വീട്ടിലേക്ക് അല്ലെങ്കിൽ റൂമിലേക്ക് പോകുന്നു പറഞ്ഞിട്ട് ഈ റൂട്ടിൽ മാറിയതിൻ്റെ അതുകൊണ്ടാണ് നമുക്ക് ഒരു സംശയം വരുന്നത്. ജോധ്പൂരിൽ ട്രെയിനിങ് ഉണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ ഒരു പയ്യനുമായിട്ട് പരിചയപ്പെട്ട് ആ പയ്യൻ എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത്. എന്നിട്ട് അവരെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് ആ വിധത്തിൽ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. കുറച്ച് കഴിയട്ടെ അവന് പഠിച്ച് വേറെ ജോലിക്ക് പോകണം, അതിന് ശേഷം ആകാമെന്നും പറഞ്ഞാൽ നീട്ടിക്കൊണ്ട് പോകുന്നതിലാണ് നമുക്ക് എതിർക്കുന്നത്. ഈ ഒരു ഫോൺ വിളിയാണ് കൂടുതൽ നമ്മൾ സംശയിക്കുന്നത്. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗം IB ഉദ്യോഗസ്ഥയായ മേഘ മധുവിൻ്റെ മരണത്തിൽ ദുരൂഹത ആരോപിക്കുകയാണ് കുടുംബം. പത്തനംതിട്ട കോന്നി അതിരുങ്കൽ എന്ന സ്ഥലത്തെ മധുവിൻ്റെയും നിഷയുടെയും ഏക മകളാണ് മരണപ്പെട്ട മേഘ. കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെയാണ് ചാക്കയിലെ റെയിൽവേ പാളത്തിൽ വെച്ച് മേഘ ജീവനൊടുക്കിയത്. ഈ സംഭവത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം നടത്തി ഇതിൻ്റെ ദുരൂഹത നീക്കണമെന്നാണ് പിതാവ് ആവശ്യപ്പെടുന്നത്. പിതാവ് മധു ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. അതായത് അവൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അമ്മയെ വിളിച്ചിട്ട് ഞാൻ റൂമിലേക്ക് പോകണമെന്ന് പറഞ്ഞു. ഈ റൂമിലേക്ക് പോകുന്ന വഴിക്ക് റെയിൽവേ ട്രാക്കൊന്നുമില്ല. എയർപോർട്ടിൻ്റെ ഫ്രണ്ടിലുള്ള മെയിൻ റോഡിൽ കൂടെ തന്നെ വന്നിട്ട് ചാക്ക ജംഗ്ഷനിൽ താമസിക്കുന്നിടത്തേക്ക് പോകുന്നതിന് ഈ കരിക്കാൻ റൂട്ടിലുള്ള ട്രാക്ക് ആ ഭാഗത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ വീട്ടിലേക്ക് അല്ലെങ്കിൽ റൂമിലേക്ക് പോകുന്നു പറഞ്ഞിട്ട് ഈ റൂട്ടിൽ മാറിയതിൻ്റെ അതുകൊണ്ടാണ് നമുക്ക് ഒരു സംശയം വരുന്നത്. ഒരു ഫോൺ വിളിച്ചുകൊണ്ടാണ് ഇതിലൂടെ നടന്നു പോയെന്ന്. അതെ ലോക്കോ പൈലറ്റിൻ്റെ റിപ്പോർട്ടായിട്ട് ഇങ്ങനെ നമ്മൾ കണ്ടു. ഒരു ഫോൺ ഇങ്ങനെ വിളിച്ചുകൊണ്ട് നടന്നുകൊണ്ട് പോകുന്നു. ട്രെയിൻ വന്നപ്പോൾ ഇതിലേക്ക് വീണെന്നോ അല്ലെങ്കിൽ ഇനി മുട്ടിയതാണോ എങ്ങനെയാണോ നമുക്ക് കറക്റ്റായിട്ട് അറിയുന്നില്ല. ദുരൂഹതയാണ് നിങ്ങൾ ആരോപിക്കുന്നത്. അതെ അതായത് നമ്മൾ വീട്ടിൽ പോകുന്നു പറഞ്ഞു, രാവിലെ സംസാരിച്ച് വീട്ടിൽ പോകുന്നു പറഞ്ഞ ആൾ ഡയറക്ഷൻ മാറി വേറെ റൂട്ടിൽ പോയതാണ് നമുക്ക് ദുരൂഹതയായിട്ട്. എന്തെങ്കിലും തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടെന്നുള്ള കാര്യം വീട്ടിൽ പറഞ്ഞിട്ടുണ്ടോ? വീട്ടിൽ നമ്മൾ നേരത്തെ അറിഞ്ഞിട്ടുണ്ട്. ഇവർ ജോധ്പൂരിൽ ട്രെയിനിങ് ഉണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ ഒരു പയ്യനുമായിട്ട് പരിചയപ്പെട്ട് ആ പയ്യൻ എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത്. എന്നിട്ട് അവരെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് ആ വിധത്തിൽ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് പറഞ്ഞപ്പോൾ വീട്ടുകാർ അക്സെപ്റ്റ് ചെയ്തോ? അങ്ങനെ വീട്ടുകാരുമായിട്ട് നമുക്ക് കോൺടാക്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അവിടെ ഒരു ലാൻഡ് ലൈൻ മാത്രമേ തന്നുള്ളൂ, അത് വിളിച്ചിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ പയ്യൻ ഇനുമായിട്ട് ഇപ്പോൾ വീട്ടുകാരെ കോൺടാക്റ്റ് ചെയ്യേണ്ട, അവരുമായിട്ട് ഇപ്പോൾ വേണ്ട എന്ന രീതിയിലാണ് പയ്യൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് വീട്ടുകാരുമായിട്ട് ബന്ധമൊന്നുമില്ല. വിവാഹ കാര്യങ്ങളിൽ വരും നിങ്ങൾ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. പയ്യനെ എവിടെയുള്ള ആളാണ്? അങ്ങനെ മലപ്പുറം ജില്ലയിലെ അഡ്രസ്സ് നമ്മുടെ കയ്യിലുണ്ട്. മലപ്പുറം ജില്ലയിലെ ഒരു ഇതുള്ളതാണ്. വിവാഹം കഴിക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതിനെ. അതുകൊണ്ട് അവർക്ക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അതാണല്ലോ ആഗ്രഹം. അല്ലാതെ പിന്നെ വേറെ നമുക്ക് എതിർപ്പൊന്നുമില്ല. അവർ ഇപ്പോൾ ജോലി കിട്ടിയവർ തമ്മിൽ കല്യാണം കഴിക്കുന്നത് നമുക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ഇങ്ങനെ പോയി നടക്കുന്നതിനോട് നമുക്ക് യോജിപ്പില്ല. നീട്ടിക്കൊണ്ട് പോകുന്നതിനോ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ വീട്ടുകാർ വരിക ചെയ്യുക. അല്ലാതെ അത് വേണ്ട, കുറച്ച് കഴിയട്ടെ അവന് പഠിച്ച് വേറെ ജോലിക്ക് പോകണം, അതിന് ശേഷം ആകാമെന്നും പറഞ്ഞാൽ നീട്ടിക്കൊണ്ട് പോകുന്നതിലാണ് നമുക്ക് എതിർപ്പ്. എന്താണ് ഈ ഫോൺ വിളിച്ച് സംസാരിച്ച് കൊണ്ടുപോകുന്നതാണ് പറഞ്ഞത് ലോക്കൽ? അതെ അത് വേറെ ഈ സംഭവം വേറെ എന്തെങ്കിലും തരത്തിലുള്ളൊരു ദുരൂഹത നിങ്ങൾ ആരോപിക്കുന്നുണ്ട്? വേറെ അങ്ങനെ ഫോൺ വിളിക്കുക, അവിടെ കൂട്ടുകാരികളെ വിളിച്ച് ആ റൂട്ടിൽ പോകേണ്ട കാര്യമൊന്നുമില്ല. വേറെ ആരുമായിട്ട് ഫോൺ വിളിക്കുന്നതായിട്ട് ഈ ഒരു ഫോൺ വിളിയാണ് കൂടുതൽ നമ്മൾ സംശയിക്കുന്നത്. ഈ പരാതിയിൽ എന്താണ് ആവശ്യപ്പെടുന്നത്? പരാതിയിൽ ഇത് ഫോൺ പരിശോധിച്ച് അല്ല കോൾ ലിസ്റ്റിൽ ആ സമയത്ത് വന്ന കോൾ ഏതാണെന്ന് പരിശോധിച്ച് അത് ഇതുമായിട്ട് ബന്ധമുണ്ടോ, ഇല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പ് വല്ല ചാറ്റുകളോ അതായത് വാട്സപ്പ് മെസ്സേജുകളോ പരിശോധിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ അതിന് തക്കതായ നടപടി സ്വീകരിക്കണം. ഇതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. IB ഉദ്യോഗസ്ഥയാണ്. അപ്പോൾ ജോലി സ്ഥലത്ത് അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദങ്ങളോ അങ്ങനെ ഉണ്ടാകും? അത് വെരിഫിക്കേഷൻ വന്നപ്പോൾ തന്നെ അവർ പറഞ്ഞതാണ്. IB എന്ന് പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞു നടക്കാൻ പറ്റില്ല, അത് രഹസ്യമായ ഒരു തൊഴിലാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ എല്ലാം പറഞ്ഞിട്ട് അവൾ അതിനെല്ലാം അക്സെപ്റ്റ് ചെയ്തിട്ടാണ് ജോലിക്ക് കയറിയത്. ജോലിക്ക് കയറിയിട്ട് ട്രെയിനിങ് ഉണ്ടെന്ന് പറഞ്ഞ് ട്രെയിനിങ്ങിനും പോയി വന്ന് ഇവിടെ ആരെപ്പറ്റി, അതായത് അവിടെ കൂടെ വർക്ക് ചെയ്യുന്ന ആരെപ്പറ്റി ഇതുവരെ ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. അവരെല്ലാം വളരെ സഹായമാണ്. അപ്പോൾ അവർക്ക് വൈകുന്നേരം രാത്രി ഷിഫ്റ്റിലൊക്കെ
ഉറക്കം വരും, അവർക്ക് കൂടുതൽ ഇരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അവർ സഹായിക്കുക, അവർ പോയി കിടന്നുറങ്ങുക, അവർ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ഉള്ള സഹായങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞു. ഈ ഒരു ചെറുപ്രായത്തിൽ തന്നെ ഈ ഒരു മേഖലയിലേക്ക് IB സെക്ഷനിലേക്ക് എത്തിയ വ്യക്തിയാണ്. അപ്പം മനധൈര്യമുള്ളൊരു കുട്ടിയായിരുന്നു. അവർക്ക് ഈ ഫോറൻസിക്, അതായത് ഈ അന്വേഷണം ആയിട്ട് ഭയങ്കര താല്പര്യം. പണ്ട് തൊട്ടേ അവൾ ഇങ്ങനത്തെ നോവലുകളൊക്കെ വായിച്ച് ആണ് ഇതിലേക്ക് വരാൻ തന്നെ, ഫോറൻസിക് വിഭാഗത്തിലേക്ക് തിരിയാൻ തന്നെ കാരണം. അതിലാണ് പഠിച്ചത്. എവിടെയാണ് പഠിച്ചതൊക്കെ? നോയിഡ, അമിറ്റി യൂണിവേഴ്സിറ്റിയിൽ. പിന്നെ ജോലി കിട്ടിയിട്ട് 1 വർഷം? 1 വർഷം കഴിഞ്ഞു. താല്പര്യമുള്ള ജോലി തന്നെയായിരുന്നു, അങ്ങനെ തന്നെ തിരഞ്ഞെടുത്തു? നമുക്ക് ഇതിൽ നല്ല താല്പര്യമായിരുന്നു. കുറ്റീൻ്റെ അന്വേഷണ വിഭാഗത്തിൽ പോകണമെന്നായിരുന്നു അവൾക്ക് പണ്ടേ ആഗ്രഹം. അങ്ങനെയാണ് വേറെ മെഡിക്കൽ, അത് എൻജിനീയറിങ് ഇതൊന്നും വേണ്ട. അതായത് ഒരു ഡിഫറൻറ്റ് ജോലി, സാധാരണ ആൾക്കാർ പോകുന്നതിൽ നിന്ന് മാറിയിട്ടുള്ളൊരു ജോലി വേണമെന്ന് തന്നെയാണ് അവരുടെ ആഗ്രഹം. അതനുസരിച്ചാണ് ഇങ്ങനെ പോയത്. വീട്ടിൽ എങ്ങനെയായിരുന്നു ആൾ മേഘ? നമ്മൾ പ്രശ്നമൊന്നുമില്ല. അതായത് വളരെ സന്തോഷത്തോടു കൂടി. വീടൊക്കെ പണിയാനായിട്ട് ഡിസൈനിങ് ഒക്കെ അവളുടെ അഭിപ്രായം വെച്ചിട്ടല്ലേ നമുക്ക് വീട് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ റൂമിൽ എന്ത് വേണം, എങ്ങനെ ചെയ്യണം, അതൊക്കെ അവൾ തന്നെയാണ് പറയുന്നത്. അവൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെയാണ് നമ്മൾ എല്ലാം ചെയ്യുന്നത്. ഏതായാലും ഈ വിഷയത്തിലൊരു സമഗ്രമായ ഒരു അന്വേഷണം അത്യാവശ്യമാണ്, എന്തായാലും അന്വേഷിക്കണം. അതിപ്പോൾ അവർ IBയിലായതുകൊണ്ട് അവിടുന്ന് എൻക്വയറി ഉണ്ടാകുമെന്നാണ് നമ്മളോട് പറഞ്ഞത്. അതിനൊരു പരാതി കൊടുത്താൽ മതി. അപ്പോൾ ഇവിടുത്തെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ട് പരാതിയായിട്ട് അങ്ങ് ചെല്ലാനാണ് പറഞ്ഞത്, അവിടെ കൊണ്ട് കൊടുക്കാനാണ് പറഞ്ഞത്. കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെയാണ് ചാക്ക റെയിൽവേ പാളത്തിൽ വെച്ച് മേഘ ജീവൻ ഒടുക്കുന്നത്. ഫോണിൽ സംസാരിച്ച് പോകും വഴി പെട്ടെന്ന് ട്രെയിൻ വരുമ്പോൾ റെയിൽ പാളത്തിലേക്ക് കയറി ജീവൻ ഒടുക്കുകയായിരുന്നു എന്നാണ് ലോക്കോ പൈലറ്റ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ അവസാനമായി ഫോണിൽ സംസാരിച്ചത് ആരാണ്, മരണത്തിന് കാരണമായ ആ ഫോൺ കോൾ ആരുടേതാണ് എന്ന് വ്യക്തമായ ഒരു അന്വേഷണം നടത്തണമെന്നാണ് ഇപ്പോൾ പിതാവ് ആവശ്യപ്പെടുന്നത്. ഇവിടെ മധുവിൻ്റെയും റവന്യൂ വകുപ്പിൽ ജീവനക്കാരിയായ നിഷയുടെയും ഏക മകളാണ് 25 വയസ്സുകാരിയായ മേഘ. ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്തൊരു ജോലിയാണ്, മനോധൈര്യമുള്ളൊരു ജോലി. ഇത്തരത്തിലൊരു ജീവൻ ഒടുക്കുന്നതിലേക്ക് നയിച്ച കാരണം എന്ത് എന്നൊരു സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാണ് പിതാവ് ആവശ്യപ്പെടുന്നത്. ഇത് ഒരു ചെറുപ്പക്കാരനുമായി ട്രെയിനിങ് കാലഘട്ടത്തുണ്ടായിരുന്ന ഒരു സൗഹൃദം, അത് വീട്ടുകാരുമായി പറഞ്ഞ് വിവാഹം കഴിക്കുന്നതിന് വേണ്ടി ആഗ്രഹിച്ചിരുന്നു എന്ന് പിതാവ് തന്നെ പറയുന്നുണ്ട്. വീട്ടുകാർക്ക് അതിന് എതിർപ്പും ഉണ്ടായിരുന്നില്ല. എന്നാൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പെട്ടെന്ന് ഒരു പ്രകോപിതയായി ഒരു മരണത്തിലേക്ക് അല്ലെങ്കിൽ ജീവനൊടുക്കുന്നതിലേക്ക് കടക്കാൻ കാരണമെന്നൊരു സമഗ്രമായ അന്വേഷണം ആവശ്യമെന്നാണ് പിതാവ് പറയുന്നത്. ഈ ചെറുപ്പക്കാരനുമായി ഉണ്ടായിരുന്ന ബന്ധം, അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായോ എന്നൊരു അന്വേഷണം നടത്തണം. അതോ മറ്റേതെങ്കിലും ഒരു കാരണമാണോ തൻ്റെ മകളുടെ മരണത്തിലേക്ക് നയിച്ചതെന്നൊരു സമഗ്രമായ ഒരു അന്വേഷണം നടത്തണമെന്നാണ് ഇപ്പോൾ പോലീസിനോട് പിതാവ് ആവശ്യപ്പെടുന്നത്. ജിതിനൊപ്പം CR സാം, മറുനാടൻ മലയാളി, പത്തനംതിട്ട.